ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇനി നിങ്ങൾക്ക് എല്ലാവരെയും അമ്പരപ്പിക്കാനും ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തയ്യാറാക്കാനും ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ ഒരു ഇളനീരിൽ നിന്നും അതിൽ ചെറിയൊരു ഹോളിട്ട് വെള്ളം ഒരു സോസ് പാനിലേക്ക് മാറ്റി ചൂടാക്കാനായിട്ട് വയ്ക്കാം. ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇടണം. വീഡിയോ മിസ്സായതാണ്. അതേസമയം തന്നെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ചെറിയ പീസാക്കി ഒരു പാത്രത്തിൽ അത് മെൽറ്റ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാനായി വയ്ക്കാം. രണ്ടിനും ഫ്ലെയിം ലോയിൽ തന്നെ വെക്കണം. ഇളനീ വെള്ളം തിളച്ച് പോകരുത്. ഇനി ചൈന ഗ്രാസ് ഒക്കെ നന്നായി മെൽറ്റായ ശേഷം അത് ഒരു അരിപ്പ വെച്ചിട്ട് ഇളനീ വെള്ളത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനായി ഞാനിതാ കാമ്പ് കളയാതെ ഇളനീ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റാൻഡായി ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം. ശേഷം ഹോളിന് മുകളിലായി ഇങ്ങനെ ഒരു സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ശേഷം നമ്മുടെ ഇളനീര് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് റാപ്പർ വെച്ച് നന്നായി കവർ ചെയ്തെടുക്കാം. ശേഷം സ്റ്റാൻഡോട് കൂടി തന്നെ അരമണിക്കൂർ ഫ്രീസറിലും അരമണിക്കൂർ ഫ്രിഡ്ജിലും വയ്ക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിന് പകുതിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതേ കണ്ടില്ല, ഇളനീ വെള്ളവും കാമ്പും ഇനി കോരി കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി പുഡിങ് ആയില്ലേ. ഇനി വീട്ടുകാരെ മുന്നിൽ സ്റ്റാറാകാൻ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബായ്.